Yet another ratio which we have to see is price to sales ratio. So almost all other ratios which we have seen till now is concentrating on the earning part. So is it that a particular company if don't have a positive history of earnings, is it that we should not go and invest in it? No, we cannot say that. Why? Because maybe in 1990s we had an internet boom, and at that period of time so much companies came into existence. Most of them were successful companies, especially like those of Microsoft. They don't have any history of earning. They didn't have any history of earning, and at one point of the corporate life for Microsoft they had zero earnings. So it means that we cannot make investment decision purely on the basis of earnings. So it is where the price to sales ratio come into play its role. So this particular ratio means P by S ratio is equal to market cap divided by revenue or stock price divided by sales price per share. It is actually, this number reflects the value placed on the sales by market. A company is there, it is making sales, so what is the value placed for the sales by the market? That is what is known as the that is what the P by S ratio indicates. So it's interpreted in this way: if lower P by S, better will be the value, and vice versa. So however, this is not a tool which we'll use in isolation. Maybe if you are approaching a company which don't have much of the history of positive history of earning, this particular ratio will give you an answer to one of your questions. It cannot give you a total picture. എന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും വരെ പറഞ്ഞിരുന്ന എല്ലാ റേഷ്യോസും എന്താണ്? ഒക്കെ ഏർണിങ്സുമായി റിലേറ്റഡ് ആണ് അല്ലേ? പ്രൈസ് ടു ഏർണിംഗ് ആയാലും PEG ആയാലും എവറിത്തിങ് ഇസ് റിലേറ്റഡ് ടു ഏർണിങ്സ്. അപ്പൊ അതിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കുന്നത്? ഏർണിങ്സിന്റെ ഒരു നല്ല ഹിസ്റ്ററി ഉള്ള ഒരു കമ്പനിയിൽ മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ എന്നാണ്? അല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ഇപ്പൊ ഇന്റർനെറ്റിന്റെ ഒക്കെ ഒരു ബൂം ഉണ്ടായിരുന്ന ഒരു കാലത്ത്, അല്ലെങ്കിൽ പുതിയൊരു ടെക്നോളജി എക്സ്പ്ലോഷൻ ഒക്കെ ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരുപാട് പുതിയ കമ്പനീസ് വരും. അത്തരം കമ്പനികൾക്കൊന്നും എടുത്തു പറയത്തക്ക ഒരു ചരിത്രമൊന്നും ഉണ്ടാവില്ല. ഏർണിങ്സിന്റെ ഒരു ഗ്ലോറിയസ് പാസ്റ്റ് ഓഫ് ഹിസ്റ്ററി ഓഫ് ഏർണിങ്സ് ഒന്നും ഉണ്ടാവില്ല. പക്ഷെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടെന്നാണോ? അല്ല. അപ്പൊ നമ്മൾ വേറെ കുറച്ച് റേഷ്യോസ് ആണ്. നമ്മൾ അങ്ങനെ ഒരു കമ്പനീനെ കണ്ണു അടച്ചങ്ങ് അപ്രോച്ച് ചെയ്യാൻ പാടില്ല. പോസിറ്റീവ് ഏർണിംഗ് ഹിസ്റ്ററി ഉള്ള ഒരു കമ്പനീനെ നമുക്കത് P/E PEG ഒക്കെ വെച്ചിട്ട് കുറച്ചും കൂടി ഒന്ന് വിശ്വസിക്കാമെങ്കിലും ഇത്തരം കമ്പനീസിനെ നമ്മൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കരുത്. നമ്മൾ ഒത്തിരി സൂക്ഷിക്കുകയൊക്കെ വേണം. പക്ഷെ നമുക്ക് പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കേണ്ട കാര്യമുണ്ട്. ചിലപ്പോൾ ഇത്തരം കമ്പനീസ് നമുക്ക് പ്രോഫിറ്റും തരും. സോ അതുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ യൂസ് ചെയ്യുന്നതാണ് പ്രൈസ് ടു സെയിൽസ് റേഷ്യോ. സ്റ്റോക്ക് പ്രൈസ് ബൈ സെയിൽസ് പ്രൈസ് പെർ ഷെയർ ആണ്. കോമൺലി ഇതിന്റെ ഇന്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞാൽ ലോവർ ആണ് P/S റേഷ്യോ എങ്കിൽ ഇറ്റ്സ് ബെറ്റർ ടു ഇൻവെസ്റ്റ് എന്നാണ്. കൂടുതൽ വാല്യൂ ആണ് മാർക്കറ്റ് പ്ലേസ് ചെയ്യുന്നത് അതിന്റെ സെയിൽസിന്. അതുകൊണ്ട് നമുക്കത് ഇറ്റ് ഇസ് ബെറ്റർ ടു ഇൻവെസ്റ്റ് ഇൻ ദാറ്റ് ഷെയർ എന്നാണ് എൻ്റെ ഒരു ഇന്റർപ്രിട്ടേഷൻ വരുന്നത്. പക്ഷെ നമ്മൾ ഒട്ടും ഏർണിങ്സിന്റെ ഹിസ്റ്ററി ഇല്ലാത്തൊരു കമ്പനിയുടെ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ ഈ ഒരൊറ്റ റേഷ്യോനെ മാത്രം മനസ്സിൽ വെച്ചിട്ട് പോകരുത്. ദിസ് വിൽ ഡെഫിനറ്റ്ലി ഗിവ് യു വൺ ആൻസർ ടു വൺ ഓഫ് യുവർ മെനി ക്വസ്റ്റ്യൻസ്. ഒരു ചെറിയൊരു പോർഷനിൽ ഒരു ക്ലാരിറ്റി വരുത്തും എന്ന് മാത്രമേ ഉള്ളൂ. യു ആർ നോട്ട് ഗോയിങ് ടു ഗെറ്റ് ദ എൻറ്റയർ റിസൾട്ട് സോൾവ്ഡ് ബൈ ദിസ് പെർട്ടിക്കുലർ റേഷ്യോ. അപ്പൊ അതുകൊണ്ട് യു വിൽ ഹാവ് ടു ബി ബിറ്റ് കോൺഷ്യസ്. ഈ ഒരു റേഷ്യോ ഒത്തിരി റേഷ്യോയിൽ ഒന്ന്. സോ വി ഹാവ് yet another ratio known as price to book ratio. So in stock market we have different type of investors. There are certain investors who are looking for immediate earnings. They want returns very fast. So for such investors maybe this price earning ratio, PEG ratio, P/S ratio, etc. will be useful. But also we have yet another group of people who are known as value investors. So they are not bothered about the immediate result. They are ready to purchase the share of a company and they will keep it with them for a reasonable long period of time.
So as for they just don't want immediate result, they want a few, they are looking for that company to grow. So they are expecting the future prospect and growth of the company. So they will keep the shares with them. As the company grows, and this particular investors also becomes quite wealthy, and one point of time they will be ready to sell out their share, and as a result the company has grown. These particular people are also keeping their share for a quite number of years, so as a result they become quite wealthy and they earn quite good profit, a huge large profit. So for such investors, maybe the price earning ratio, PEG ratio, P by S ratio won't work. For them, they are looking for something else. They don't want immediate result. They are ready to wait. They want result only in future. So for them, there is yet another ratio known as price to book ratio or P by E ratio. So P by E ratio is equal to share price by book value per share. So if a company is having a lower buy ratio, then value investor will consider it as having a better value, and they will thereby screen the various companies in terms of their P by B ratio, and they will invest in a company with a lower P by E ratio, thereby expecting to make a large profit in the future. And നമ്മൾ സെക്യൂരിറ്റി മാർക്കറ്റിൽ പലതരത്തിലുള്ള ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. ചില ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പെട്ടെന്നൊന്നും എന്ത് വേണ്ട, ഏർണിങ്സ് വേണ്ട. ഇന്ന് വാങ്ങിക്കുന്നു, ഒരു 6 മാസത്തിനുള്ളിൽ അത് വിൽക്കുന്നു, അല്ലെങ്കിൽ ഒരു കൊല്ലത്തിനുള്ളിൽ, അങ്ങനെ ആവശ്യമില്ല. അവർ വെയിറ്റ് ചെയ്യാൻ റെഡിയാണ്. അപ്പം അങ്ങനെയുള്ള ഇൻവെസ്റ്റേഴ്സ് എന്ത് ചെയ്യുക വെച്ചാൽ അവർ ഒരു ഷെയർ പർച്ചേസ് ചെയ്യും, റീസണബിൾ നമ്പർ ഓഫ് ഷെയർസ് ഇങ്ങനെ പർച്ചേസ് ചെയ്ത് വെച്ചുകൊണ്ടേയിരിക്കും കമ്പനീസിൻ്റെ. എന്നിട്ട് ആ കമ്പനി, പക്ഷെ അവർ ഗ്രോ ചെയ്യുന്ന കമ്പനി നോക്കിയിട്ടേ അങ്ങനെ ഷെയർസ് വാങ്ങിക്കുള്ളൂ. അപ്പം അവരിങ്ങനെ ആ ഷെയർസ് കയ്യിൽ ഹോൾഡ് ചെയ്ത് ഒരുപാട് കാലമൊക്കെ കഴിയും. അപ്പം നമ്മളുടെ കമ്പനിയുടെ ഷെയറിൻ്റെ വാല്യൂ, നമ്മുടെ കമ്പനിയുടെ ബിസിനസ്സൊക്കെ ഗ്രോ ചെയ്തിട്ടുണ്ടാവും. ഓൾ ഓഫ് എ സഡൻ അവരൊരു സ്റ്റോക്ക് മാർക്കറ്റിൽ വന്ന് അവരുടെ ഷെയർസ് വിൽക്കാൻ റെഡിയാവും. അങ്ങനെ അവർക്കൊരു ഹ്യൂജ് പ്രോഫിറ്റും കിട്ടും. അപ്പം അത്തരം ഇൻവെസ്റ്റേഴ്സിനെ നമ്മൾ വാല്യൂ ഇൻവെസ്റ്റേഴ്സ് എന്നാ പറയാം. നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള റേഷ്യോസ് ഒന്നും യൂസ് ചെയ്ത് വാല്യൂ ഇൻവെസ്റ്റേഴ്സിന് അവർക്ക് ആവശ്യമായിട്ടുള്ള ഷെയർസ് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പം അവർ ഉപയോഗിക്കുന്ന ഒരു റേഷ്യോ ആണ് പ്രൈസ് ടു ബുക്ക് റേഷ്യോ. ഷെയർ പ്രൈസ് ബൈ ബുക്ക് വാല്യൂ പെർ ഷെയർ എന്നാണ്. അപ്പോൾ പി ബൈ ബി റേഷ്യോ കുറവാണ്. അപ്പം ഇത്തരം വാല്യൂ ഇൻവെസ്റ്റേഴ്സ് മറ്റ് റേഷ്യോസ് ഒന്നും കാൽക്കുലേറ്റ് ചെയ്യില്ല, പി ബൈ ബി റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യും. അത് കമ്പാരിറ്റീവ്ലി കുറവുള്ള ഒരു ഷെയറിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യും. അവർ വെയിറ്റ് ചെയ്യും, ഒരു റീസണബിൾ നമ്പർ ഓഫ് ഇയേഴ്സ് അവർ വെയിറ്റ് ചെയ്യും. എന്നിട്ട് അവർ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ അത് സെല് ചെയ്ത് അവരുടെ പ്രോഫിറ്റ് മേടിക്കും. അതാണ് ഇങ്ങനെയുള്ള ഇൻവെസ്റ്റേഴ്സ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ഇൻവെസ്റ്റേഴ്സിന് ഉപകാരപ്പെടുന്ന റേഷ്യോ ആണ് പ്രൈസ് ടു ബുക്ക് റേഷ്യോ. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് റേഷ്യോ ഇസ് ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ. We know every investor is buying or purchasing the share to get the dividend. So you have a ratio on the basis of the dividend paid out by each company, and this particular ratio is known as the dividend payout ratio or the DPR ratio. DPR ratio is equal to dividends per share divided by earnings per share. Suppose if a company is paying a dividend of ₹1 per share and it is having ₹3 as its earning per share, then the DPR is 33%. So here the question is, as we have seen in the case of earnings per share ratio or P by E ratio, P by B ratio, here we will not get the general interpretation like higher the P by E better to invest, lower the P by B better, like that we will not be able to say. But we should interpret this percentage. Now if it is 33%, how we are going to interpret this? Maybe a lower PBR ratio means your company is a growing company and it is planning to retain the profit to make it available for more growth. So as a result they are paying lower dividend. Maybe your DPR is high, it means your industry is of mature nature and there is no more room for growth,
So they are paying higher dividend. So it can be either both ways. So your interpretation about the percentage of is what it really matters. And dividend payout ratio എന്ന് പറയുന്ന ഒരു റേഷ്യോ ആണ് മറ്റ് ഇങ്ങനെ ഒരു ഉപയോഗിക്കുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു റേഷ്യോ ആണ്. അപ്പൊ നമുക്കറിയാം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഡിവിഡൻഡ് കിട്ടാനാണ്. ചില കമ്പനീസ് ഡിവിഡൻഡ് തരും, ചില കമ്പനീസ് ആനുവലി ഡിവിഡൻഡ് പേ ചെയ്യില്ല. ഇപ്പൊ DPR എന്ന് പറയുന്നത് ഡിവിഡൻഡ് പെർ ഷെയർ ബൈ ഏർണിങ്സ് പെർ ഷെയർ ആണ്. ഇപ്പൊ ഒരു കമ്പനി ഒരു 1 ഷെയറിന് ₹1 എന്നുള്ള നിരക്കിൽ ആനുവൽ ഡിവിഡൻഡ് പേ ചെയ്യുന്നു. അവരുടെ ഏർണിങ്സ് പെർ ഷെയർ 3 ആണെങ്കിൽ DPR 33% ആണ്. അപ്പൊ നമ്മൾ പക്ഷെ P/E റേഷ്യോയും P/B റേഷ്യോയും ഒന്നും പറഞ്ഞ പോലെ ഇത് കൂടുതലാണെങ്കിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, കുറവാണെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം, അങ്ങനെ ഒരു ജനറലൈസേഷൻ ഇത്തരം റേഷ്യോയ്ക്ക് പറ്റില്ല. ഈ 33% എന്ന് പറയുമ്പോൾ നമ്മളത് ഇന്റർപ്രറ്റ് ചെയ്യണത് ഡിഫറെന്റ് ആയിട്ടാണ്. നമ്മൾ ആ കമ്പനി ഏത് നേച്ചർ ഓഫ് ദ കമ്പനിയും കൂടി നമ്മൾ അതിൽ മനസ്സിലാക്കണം. അതായത് ഡിവിഡൻഡ് പേ ചെയ്യുന്നത് കുറവാണ് എന്നുള്ളത് കൊണ്ട് കമ്പനി മോശമാണെന്നോ ഡിവിഡൻഡ് പേ ചെയ്യുന്നത് കുറവാണെന്നുള്ളതുകൊണ്ട് കമ്പനി നല്ലതാണെന്നോ നമുക്ക് ഒറ്റയടിക്ക് പറയാൻ പറ്റില്ല. ഇപ്പൊ ചില കമ്പനീസ് ഉണ്ട്, അവര് ഗ്രോത്ത് ഓറിയന്റഡ് കമ്പനീസ് ആണ്. അപ്പൊ അവരിപ്പോ പെട്ടെന്ന് ഡിവിഡൻഡ് കൊടുക്കില്ല. ആ ഒരു ഡിവിഡൻഡിന്റെ ഒരു ഇത്ര ശതമാനം അവരുടെ ഫ്യൂച്ചർ ഗ്രോത്തിന് എടുത്തു വെക്കും. അപ്പൊ അവര് ലോവർ ഡിവിഡൻഡേ പേ ചെയ്യുള്ളൂ. എന്നാൽ വേറൊരു ചില കമ്പനീസ് ഉണ്ട്, അവർ മെച്യൂർ കമ്പനീസ് ആണ്. അപ്പൊ അവർക്ക് ഇനിയിപ്പോ അധികം സാച്ചുറേഷനിലേക്കും ഡിക്ലൈനിലേക്കും ഒക്കെയാണ് പോണത്. സോ ഇപ്പൊ തന്നെ ഡിവിഡൻഡ് കൊടുത്ത് തീർക്കാം. അപ്പൊ ഹയർ DPR ഉള്ളത് കൊണ്ട് മോശമെന്നോ നല്ലതെന്നോ, ലോവർ DPR ഉള്ളത് കൊണ്ട് മോശമെന്നോ എന്നുള്ള ഒരു ജനറലൈസേഷൻ നമുക്ക് പോസിബിൾ ആവില്ല. ബട്ട് വാട്ട് യു ഷുഡ് ഡു ഇസ് ആ കമ്പനിയുടെ നേച്ചർ കൂടി വെച്ചിട്ട് യു വിൽ ഹാവ് ടു മേക്ക് എ അണ്ടർസ്റ്റാൻഡിങ്. അപ്പൊ ഈ റേഷ്യോ കിട്ടാൻ എളുപ്പമാണ്, പക്ഷെ അതിന്നൊരു ഇന്റർപ്രിട്ടേഷൻ ഉണ്ടാക്കി വരണമെങ്കിൽ നമ്മൾ ആ കമ്പനീന്റെ സ്വഭാവത്തിനെ കുറിച്ച് കൂടി നമുക്ക് നല്ല നിശ്ചയം ഉണ്ടായിരിക്കണം. സോ നെക്സ്റ്റ് ഇസ് ഡിവിഡൻഡ് yield റേഷ്യോ. അപ്പൊ നമുക്കറിയാം പലതരത്തിലുള്ള ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. യു ഹാവ് സോ മെനി ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റേഴ്സ്. സം ഇൻവെസ്റ്റേഴ്സ് ആർ റെഡി ടു ഇൻവെസ്റ്റ് ഇൻ ഹൈ ടെക്നോളജി സ്റ്റോക്സ്, whereas some investors are willing to they want to get a regular dividend. So accordingly, what is the investment objective of an investor? Accordingly, you will have to use different type of ratios. One particular ratio suitable to all in type of investors is not available. So as you should ultimately understand what is your objective. So according to your objective, you have to choose the ratio. So if you are an investor who want a regular income, you are more concerned about the dividend, you want to get it annually, then one of the ratio which you can use is dividend yield ratio. So dividend yield ratio is equal to annual dividend per share by stock price per share. So if a company's annual dividend is ₹1.5 and if the stock price is ₹25, dividend yield is 6%. Similar to the dividend payout ratio, here also this what we interpret is that if a company is more dividend yield ratio means more will be the company's willingness to pay out the dividend. So if you are an investor who is very keen about getting the dividend every year as an income, you will definitely go to choose your security on the basis of the dividend yield. Fine. So അതായത് ഇത്രയേ ഉള്ളൂ. പലതരത്തിലുള്ള ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. പലരുടെയും ഇൻവെസ്റ്റ്മെന്റ് ഒബ്ജക്റ്റീവ് ഡിഫറെന്റ് ആണ്. ചില ആൾക്കാർക്ക് ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതും റെഗുലർ ഇൻകമിനാണ്. ചില ആൾക്കാർ ഹൈ ഗ്രോത്ത് ടെക്നോളജി സ്റ്റോക്സിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യും, അവർക്ക് പെട്ടെന്ന് ലാഭം കിട്ടണം എന്നാണ്. ചില ആൾക്കാർ വാല്യൂ ഇൻവെസ്റ്റേഴ്സ് ആണ്, അവർ സാവകാശം കാത്തിരുന്ന് ഒരു 10-15 കൊല്ലമൊക്കെ കഴിഞ്ഞിട്ട് ലാഭം കിട്ടിയാൽ മതി എന്നാണ്. സോ അങ്ങനെ പലതരത്തിലുള്ള ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. ഈ ഇൻവെസ്റ്ററിന്റെ അനുസരിച്ചിട്ടാണ് നമ്മൾ റേഷ്യോ ചൂസ് ചെയ്യുക. എല്ലാതരം ഇൻവെസ്റ്റേഴ്സിനെയും കൂടി തൃപ്തിപ്പെടുത്താൻ പറ്റുന്ന രീതിയിൽ ഒറ്റൊരു റേഷ്യോ ഇല്ല. ആക്ച്വലി വാട്ട് ഈസ് യുവർ ഇൻവെസ്റ്റ്മെന്റ് ഒബ്ജക്റ്റീവ്, അതിനനുസരിച്ചിട്ടുള്ളൊരു റേഷ്യോ സെലക്ട് ചെയ്ത് അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് നോർമലി നമ്മൾ ഇവിടെ ചെയ്യാറ്. ഇപ്പം നമ്മളൊരു ഇൻവെസ്റ്ററാണ്, നമുക്ക് റെഗുലർ ഇൻകം ആണ്, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യണേ. നമുക്ക് എല്ലാ കൊല്ലവും ഡിവിഡൻഡ് കറക്റ്റ് ആയിട്ട് കിട്ടണം. അപ്പം നമ്മൾ വേറെ റേഷ്യോസിനെ കുറിച്ചൊന്നും ബോദർ ചെയ്യണ്ട, ഡിവിഡൻഡ് yield റേഷ്യോ നോക്കിയാൽ മതി.
കൂടുതലാണ് ഡിവിഡൻഡ് ഈൽഡ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനി കൂടുതലായിട്ട് ഡിവിഡൻഡ് പേ ചെയ്യാൻ റെഡിയാണ്. സോ യു കൻ ചൂസ് ഇറ്റ്. ദാറ്റ്സ് ഇറ്റ്. അപ്പം അതാണ് ഡിവിഡൻഡ് ഈൽഡ് റേഷ്യോ കൊണ്ട്